പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അറിവ് എന്ന് പറയുന്നത് അത് അപാരമാണ്. ജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. അറിവ് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കാം. എന്നാൽ ജ്ഞാനം ലഭിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു കൃപയാണ്. ഇന്ന് വളരെ വിലപ്പെട്ട ചില ചിന്തകൾ, ചില അറിവുകൾ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്ത് പ്രധാനമായിട്ടും ഉള്ളത് 3 മതങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതമെന്ന് പറയുന്നത് ഹിന്ദുമതം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഹിന്ദു വിശ്വാസം, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഹിന്ദുമതം. 30 മുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്ന ഇന്ത്യയും നേപ്പാളും ഒക്കെ ഉൾപ്പെടെ, ശ്രീലങ്കയും ഒക്കെ ഉൾപ്പെടെ ഉള്ള ഏതാനും ചില രാജ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസ രീതി. ഇതിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് അദ്വൈത സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തം, ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഒരു പരമ്പൊരുള്, അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് എല്ലാത്തിലും ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടെന്നുള്ളതാണ്. എല്ലാത്തിലും ദൈവത്തിന്റെ ചൈതന്യം വസിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ അതിങ്ങനെ വിവരിച്ചും ഒക്കെ ആയിട്ട് പറഞ്ഞൊക്കെ വരുമ്പോൾ എല്ലാം ദൈവമാണ് എന്നൊക്കെ ചിലയിടത്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കരുതുന്നുണ്ടെന്ന് ഞാൻ കരുതിയ. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാം, കല്ല്, മരം, ചില മൃഗങ്ങള്, അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് എല്ലാം ദൈവമാണെന്ന് കരുതുന്ന ചില മല, ആകാശം, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ഇവയെല്ലാം ദൈവമാണെന്ന് കരുതുന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് കുറെ ആളുകളെങ്കിലും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, മറ്റ് മതങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ക്രിസ്ത്യൻ, രണ്ടാമത് മുസ്ലിം, പിന്നെ അടുത്തുള്ള യഹൂദമതം, പിന്നെ പറയുകയാണെങ്കിൽ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, പാഴ്സി, അങ്ങനെ വിവിധ മതങ്ങൾ, കൊച്ചു കൊച്ചു മതങ്ങൾ വേറെയുണ്ട്. ചില മതങ്ങളിൽ തന്നെ വിശ്വാസങ്ങളും അതിന്റെ രീതികളൊക്കെ മാറ്റമുണ്ട്. എന്നാൽ ലോകത്തില് സിദ്ധാന്തങ്ങൾ, ഈ മതങ്ങളെ ബേസ് ചെയ്യുന്ന സിദ്ധാന്തങ്ങൾ 2 ഉള്ളൂ. ഒന്ന് അദ്വൈത സിദ്ധാന്തവും മറ്റൊന്ന് സെമറ്റിക് സിദ്ധാന്തവും. ഈ സിദ്ധാന്തങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? സെമറ്റിക് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണെന്ന് വിശ്വസിച്ച് പോരുന്ന, ദൈവം ഏകനാണെന്ന് കരുതി ദൈവത്തെ ഏകനായിട്ട് കണ്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുന്ന, മതങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് സെമറ്റിക് സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ ഹൈന്ദവ മതം മാത്രമാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്ന ഇപ്പൊ ഈ നമ്മുടെ ഇന്ത്യ, നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഭാരതത്തിന്റെ അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ചാണ്, അതിന്റെ അന്തസ്സത്തെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനിതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സംഭവം ഇത് കണ്ടോ? ഇതൊരു 8കാലി ഒരു വല നെയ്യുന്നതാണ്. 8കാലി അത്രയും ചെറിയ ജീവിക്ക് തനിക്ക് ഇര പിടിക്കാനായിട്ട്, തനിക്ക് ഭക്ഷണം ഒരുക്കാനായിട്ട്, ഭക്ഷണം കണ്ടെത്താനായിട്ട് ആ 8കാലി ഒരുക്കുന്ന അതിന്റെ വല, അത് മറ്റൊരു ജീവിയെ പിടിക്കാനായിട്ട്, ഒരു പ്രാണിയെ പിടിക്കാനായിട്ട് ഒരുക്കുന്ന ഒരു കെണിയാണ്. എന്നിരുന്നാലും അതിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം അതിന് കൊടുത്തിരി, അത് ചെയ്യാൻ വേണ്ടി, ആ ഇര പിടിക്കാൻ വേണ്ടി ദൈവം അതിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ഒരു കഴിവ്, അതിന്റെ തന്നെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു പശ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് അത് വല നെയ്യുന്നു. വലയെന്ന് പറയുമ്പോൾ ആദ്യം ഒരു കേന്ദ്രബിന്ദു, അവിടുന്ന് പിന്നെ മറ്റ് എല്ലാ ഭാഗത്തേക്കും ഓരോ നൂലുകൾ, പിന്നെ അതിനെ കണക്ട് ചെയ്ത് പരസ്പരം പോകുന്ന ഒരു നൂല്, കുറെ നൂലുകൾ. ഇപ്പൊ നമ്മള് ഈ ഒരു വലയെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ദൈവസന്നിധിയിൽ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനം കൊണ്ട് അതിനെ ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു രഹസ്യമുണ്ട്, ഒരു സ്വർഗീയ രഹസ്യം. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന് ഒരേ സമയം ദൈവവുമായിട്ടും ഒരേ സമയം തന്റെ സഹജീവികളുമായിട്ടും ബന്ധം വേണം. അതാണ് ഇതിനകത്ത് പൊരുൾ. ഒരു മനുഷ്യന്, അതായത് ഇപ്പൊ വലയിൽ ഒരു ശക്തമായ ഒരു വണ്ട് വന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? വല പൊട്ടിപ്പോകും. ആ വലയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റ് കൂടുതൽ, ഒരു പവർ, ഒരു വലിയൊരു ശക്തിയുള്ള ഒരു പ്രാണി, ഒരു വണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അതിൽ തട്ടിക്കഴിഞ്ഞാൽ ആ വല പൊട്ടും. പിന്നെ ആ 8കാലിക്ക് ആ വലയെ കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പം എന്നാൽ ഇതില് എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ വ്യക്തിജീവിതവും. ഒരേ സമയം നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം നിലനിൽക്കണം. ആ കണ്ണു പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലയുടെ ശക്തി പോയി. അതേസമയം ഒരേ സമയം നമ്മുടെ കൂടപ്പുറപ്പുകളുമായിട്ട്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട
ആളുകളുമായിട്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട്, നമ്മുടെ അയൽവാസികളുമായിട്ട്, നമ്മൾ അനുദിനം കണ്ടുമുട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിൽക്കണം. ഇല്ലെങ്കിൽ ഈ വല കൊണ്ട് പ്രയോജനമില്ല. അതിന്റെ ശക്തി നഷ്ടപ്പെടും. അതായത് നമ്മളുടെ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടും എന്നാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ഒരു മനുഷ്യന് തന്റെ സഹജീവിയെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമായിട്ട് മാത്രം ഒരു ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കില്ല. അതേസമയം ദൈവത്തെ ഉപേക്ഷിച്ച് തന്റെ സഹജീവിയുമായിട്ട് മാത്രം സൗഹൃദവും ബന്ധവും നിലനിർത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതും അബദ്ധമാണ്. മനസ്സിലായി? അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു കണ്ണികൾ അത് പവർഫുൾ ആയിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നിലനിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കൃപകള്, അനുഗ്രഹങ്ങള്, നമ്മൾ എന്താണോ നമ്മുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണോ നമ്മൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു സഭയിലായാലും ഒരു സമൂഹത്തിലായാലും നമുക്ക് നമ്മുടെ സഹജീവിയോട് വെറുപ്പും വൈരാഗ്യം വെച്ച് അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതോടൊപ്പം ദൈവത്തെ വെറുത്ത് ദൈവത്തിൽ നിന്നാകുന്ന ദൈവത്തോട് പ്രാർത്ഥനയില്ല, ദൈവത്തോട് ആത്മീയമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമുക്ക് നമ്മുടെ സഹജീവിയുമായിട്ടുള്ള ബന്ധവും നിലനിർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ഓരോന്നിനെ കാണുമ്പോഴും ഇതിലൊക്കെ മറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗീയ രഹസ്യമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പങ്കുവെച്ചൊരു കാര്യമാണ്. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന ആ ഭവനം, അതിന്റെ നിർമ്മിതിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ ഒന്നിനു മേലെ ഒന്നായിട്ട് കെട്ടുകയാണെങ്കിൽ ആ നിർമ്മിതിക്ക് ബലം കുറയും. എന്തെങ്കിലും ഒരു ഫോഴ്സ് വന്നാൽ ആ ഭിത്തി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ കല്ലുകളെല്ലാം പരസ്പരം ലോക്ക് ചെയ്താണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് സിമന്റ്, മണല്, ജലം ഇത് ആനുപാതികമായി മിക്സ് ചെയ്ത് കൂട്ടി ഇളക്കി അത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് കോരി വെച്ചിട്ടാണ് ഓരോ കല്ലും വെക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ കുടുംബത്തെയാണ്. നമ്മുടെ കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കള്, കൊച്ചുമക്കള്, അല്ലെങ്കിൽ വല്യപ്പൻ, വല്യമ്മ, സഹോദരങ്ങൾ, ഇവരെല്ലാം കൂടെ കൂടുന്ന ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഇവർക്ക് പരസ്പരം ബന്ധമില്ലാതിരുന്നു കഴിഞ്ഞാൽ ആ കുടുംബം നിലനിൽക്കും ഒരിക്കലുമില്ല. ഇവയെല്ലാം പരസ്പരം ലോക്ക് ചെയ്താണ് ദൈവം കെട്ടിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ മണല്, സിമന്റ്, വെള്ളം എന്ന് പറയുന്നത് അത് ത്രിത്വമാകുന്ന ദൈവത്തെ സൂചിപ്പിക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അതിന്റെ ബലം കുറയും. മനസ്സിലായോ? അതോടൊപ്പം മറ്റൊരു ഉദാഹരണം പറയുകയാണ്. നമ്മളിപ്പോ ഒരു വാഹനം, ഇതില് ഒരു ടയറിൽ കാറ്റില്ലാതിരുന്നു കഴിഞ്ഞാൽ ആ വാഹനം മുന്നോട്ട് പോകും. ആ വാഹനം മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുക? ഇനി അതോ കൊണ്ടായാലും ആ ടയർ ബാക്കിയും കൂടെ കത്തി തീർന്നു പോകും. രണ്ടാമത് സ്പീഡ് കിട്ടത്തില്ല. കുറച്ച് ദൂരം പോവുള്ളൂ. അത്രയും ദൂരം പോലും സ്പീഡ് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം ഇതെന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മുടെ കുടുംബത്തില് ഭാര്യയും ഭർത്താവും മക്കളും ഇവരെല്ലാവരും ഏക മനസ്സോടുകൂടി ദൈവകൃപയിലായിരുന്നാൽ മാത്രമേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ ആ കുടുംബം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് നോക്കിയാലും അതിലൊരു ദൈവിക ചൈതന്യമുണ്ട്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമുക്കതിൽ കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ധ്യാനത്തിനായിട്ട് ഞാൻ വെക്കുന്ന ഈ ഒരു എളിയ ചിന്ത, നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ജീവിക്കുമ്പോഴും നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നതിൽ ഒരു അദ്വൈത സിദ്ധാന്തമുണ്ട്. ആ അദ്വൈത സിദ്ധാന്തത്തിന്റെ യഥാർത്ഥ സത്ത എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശ്വസിക്കാനായിട്ട് ദൈവം ഏകനാണ്. ആ ഏക ദൈവം ഒറ്റ ഒരാളേ ഉള്ളൂ. ഒത്തിരി ദൈവങ്ങളൊന്നും നമുക്കില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വത്തിൽ ഏകനായ ആ ഒറ്റ ദൈവമേ നമുക്കുള്ളൂ. എന്നാൽ ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവത്തിന്റെ ആ ചൈതന്യത്തെ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സൂര്യൻ മുതൽ ചന്ദ്രൻ മുതൽ സകലത്തിലും നമുക്ക് കാണാൻ സാധിക്കും. സകലത്തിലും ഇതിന്റെയൊക്കെ പ്രവൃത്തികളെയൊക്കെ എടുത്ത് നോക്കിയാലും അതിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇനി വീഡിയോ അല്പസമയമുള്ളൂ. ഇത് നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു മാത്രമാണ് ഏക രക്ഷകൻ. യേശുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിൽ എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു പരമാർത്ഥ സത്യം അത് ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാനോ തള്ളിക്കളയാനോ സാധിക്കില്ല. ആ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. മൂന്നാമത്തെ ആള്, ത്രിത്വത്തിലെ മൂന്നാമത്തെ ആള്. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ ലോകത്തില് ഈസിയായി എളുപ്പമായി അവിടെ നമ്മളെ നയിച്ചോളും. ഈശോ സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തു, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് മറ്റൊരു സഹായകനെ അയക്കും, പരിശുദ്ധാത്മാവിനെ. അവൻ നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അവൻ ഈ ലോകത്തിൽ അവനെ കീഴടക്കാനായിട്ട് യാതൊരു പ്രശ്നങ്ങൾക്കും സാധിക്കുക. അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഐഡിയ, ജ്ഞാനം പരിശുദ്ധാത്മാവ് കൊടുക്കും. അതുകൊണ്ട്
ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഒരു സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.